السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسولنا الكريم وعلى آله وصحبه أجمعين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ, അൽഹംദുലില്ലാ ഞങ്ങളെ ಜೀವನಕ್ಕೆ പുതിയ ഒരു റമളാൻ തിങ്കൾ കടന്നു ಬಂತು. റമളാൻ തിങ്ങൾക്ക് ഞങ്ങൾ ಎಂಟರ್ ಆಯ. റമളാൻ തിങ്കൾ ചൊല്றது ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ വലിയ ഒരു ബോണസ് പോയിന്റ് ಐತಿಕ್ಕರು. സാധാരണ നാളിൽ ആക്രു അമലുക്ക് കിട്ടുന്ന പ്രതിഫലതക്കാണ് യാറ റമളാൻ തിങ്കളിൽ ആക്ര അമലുക്ക് ഇരട്ടി പ്രതിഫലം ഉള്ളതായി തിങ്കളെ തിക്കറ് ഈ റമളാൻ തിങ്കൾ. അങ്ങനെ സബുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ റമളാൻ തിങ്കൾ കടന്നു വന്നപ്പ അതിലെ ഒന്നാമത്തെ ജാവുലെ ആകാശ ലോകത്തെ മലക്കുമാർ വിളിച്ചു ചൊല്റാറ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. ഏ നല്ലാക്കിറങ്ങ ഖൈറാക്കിറങ്ങ നിങ്ങൾ മുന്നിൽ വരും, ഏ ബെടക്കാക്കിറങ്ങ ഏ തപ്പാക്കിറങ്ങ നിങ്ങൾ നിപ്പാട്ടൂർ. അതേ സഹോദരന്മാരെ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാ തപ്പ് സംഭവിച്ചു പോയി, അല്ലെങ്കിൽ എത്രമാ നല്ലത് ഞങ്ങൾ ആക്കാണ്ട് വിട്ടുപോയതാ, എല്ലാം സുധാരണാക്കിത്ത് ഈ റമളാൻ തിങ്കളുടെ എല്ലാ തന്റെ ബെസ്റ്റ് റമളാൻ തിങ്കളാക്കി തീർക്കുകൂ ഞങ്ങൾ ശ്രദ്ധിക്കുന്നായി വലിയ ഒരു വിഷയത്തിക്ക്. അതെ, ನನ್ನ ಜೀವನത്തിൽ ഇത്രത്തോളു കടന്നു വന്ന എല്ലാ റമളാൻ തിങ്കളുടെ കാണാം, എല്ലാ റമളാൻ തിങ്കളുടെ കാണാം, എല്ലാ തന്റെ നല്ല റമളാൻ തിങ്കൾ, എല്ലാ തന്റെ ബെസ്റ്റായ തിങ്കൾ ഇതായിട്ടിക്കണു ചൊല്றது ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ ഉണ്ടു, ആഗ്രഹമുണ്ട്. അത് കേട്ട് ഒരു 10 വിഷയ ഞങ്ങൾ ശ്രദ്ധിക്കണായ 10 വിഷയത്തിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നിങ്ങളൊട്ടിಗೆ ചൊല്ലുകൊള്ളി. ഒന്നാമത്തേത്, ഞങ്ങൾ ഈ റമളാൻ തിങ്കൾ നല്ല ഒരു ബെസ്റ്റ് റമളാൻ തിങ്കളാക്കി തീർക്കുന്നുണ്ടായെങ്കിൽ ഒന്നാമത്തേത് ഞങ്ങൾ ആക്കണായത് നല്ല ഗട്ടിയുടെ ഒരു തീരുമാനം എത്തിക്കർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പോലെ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ഖൗമരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ആക്കില്ല, അങ്ങ സ്വന്ത ചേഞ്ച് ആവോടുത്തോളൂ. അപ്പൊ സ്വന്തം നഫ്സില് ഞങ്ങൾ ചേഞ്ച് ആവുകൂ, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് ഗട്ടിയുടെ ഒരു തീരുമാനം എടുത്തിട്ട് നന്റെ എന്തെല്ലാം ജീവനത്തിൽ തപ്പ് സംഭവിച്ചറ അതെല്ലാം വിട്ടിട്ടു എല്ലാ നല്ലതായ ഹൈറായ കാര്യം ഞാൻ ആക്കിര ചൊല്ലെ ആ ഒരു തീരുമാനം ഞങ്ങളിൽ നിന്നുണ്ടാവണം. ഒന്നാമത്തേത് ഞങ്ങൾക്ക് ഉള്ളതായിട്ടിക്കത് തപ്പിൽ വെച്ചിട്ട് എല്ലാ തണ്ടി ബെല്ല തപ്പായിട്ടുള്ളേ ഷിർക്കിനെ പിടിച്ചിട്ട് ബിദാത്തിനെ പിടിച്ചിട്ട് ഹറാമിനെ പിടിച്ചിട്ട് എല്ലാ ചെറിയ ചെറിയ തപ്പു തോലുള്ള എല്ലാ തപ്പും നന്റെ ജീവനത്തിൽ ഇനി സംഭവിക്കുക തീരാ ചൊല്ലെ ഗട്ടിയായ ഒരു തീരുമാനം ഞങ്ങളൊട്ടിಗೆ ഉണ്ടാവണം. അതെ, ഒന്നാമത്തേത് ഷിർക്ക് ഇല്ലാണ്ടാക്കും. അള്ളാഹുരൊട്ടിಗೆ മാത്രമേ നാ ദുആർക്കരി, അള്ളാഹുരൊട്ടിಗೆ മാത്രമേ നാ തേಡ್ರಿ, അള്ളാഹുര മേൽ മാത്രമേ നാ തവക്കുലാക്കരി, അള്ളാഹുക്ക് വേണ്ടിയിട്ട് മാത്രമേ നാ നേർച്ച വയ്ക്കരേ. ഇങ്ങനെ അള്ളാഹുര മേൽ മാത്രാക്കിയിട്ട് തീർക്കരേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്റെ ഇലാഹ് അള്ളാഹു അല്ലാണ്ട് വേറെ ഒരാളും ഇല്ല. ഈ ഒരു തൗഹീദിനെ ഗട്ടിപിടിച്ചിട്ട് അതേപോലെ ബിദഅത്തായ കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഹറാമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് കണ്ണുകൊണ്ട് ഹറാമ് നോക്കുന്നതും കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നതും ബായി കൊണ്ട് ഹറാമ് ചൊല്ലുന്നതും അതേ പറച്ചലിടുന്നതും വേണ്ടാത്തത് പൽക്കവരുന്നതും അതേപോലെ നമീമത്തും ഹീമത്ത് ചൊല്ലുന്നതും എല്ലാം വിട്ടുവിട്ടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയിട്ടുള്ളേ 5 വക്ത് കറക്റ്റ് ജമാഅത്തോടു കൂടി നിസ്കരിക്കുകയും അതേപോലെ സുന്നത്തായ കാര്യം എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിർവഹിച്ചിട്ട് എല്ലാ നല്ല നല്ല കാര്യത്തിൽ എതിർ ബന്ത് അങ്ങനെ ഒരു നല്ല ഒരു ബെസ്റ്റ് റമളാനാക്കി തീർക്കിற ചൊല്ലുള്ളേ ഗട്ടിയുടെ ഒരു തീരുമാനം ഇട്ടിക്കറ്. ഒന്നാമത്തേത് ഞങ്ങൾക്ക് ഉണ്ടാവണായി. രണ്ടാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ദുആ യാറാക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണം. ഈ കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം അള്ളാഹുനോട്ടിಗೆ ദുആർന്നോണ്ടിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ റമളാന്റെ നോമ്പ് വിഷയം പൽക്കറിഞ്ഞപ്പ റമളാന്റെ നോമ്പ് ജാവരെ ഹുക്കും എന്തിരെ ചൊല്ലുന്നതും അതേപോലെ പോൽമണത്തെ ഹുക്കും എന്തിരെ ചൊല്ലുന്ന വിഷയം അല്ല പൽക്കബറിന്റെ നടുലായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ചൊല്ലുற ഏ ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. നബിയെ, നന്റെ അടിമമാർ നിങ്ങളൊട്ടിಗೆ നന്റെ വിഷയം കേട്ടിട്ടായെങ്കിൽ നിങ്ങൾ ചൊല്ലൊരു നാണങ്ങളെ മുട്ട ഉള്ളവണൈത്തിക്കറ, നാണങ്ങളെ മുട്ട ഉള്ളവണൈത്തിക്കറ ദുവാർക്കറോണ് നന്നിട്ട് ദുവാർക്കട്ട് നാണം കുത്തറ കൊടുക്കറ ചൊല്ലത്. ആ ഒരു ആയത്ത് റമളാൻ തിങ്കളുടെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിവിധാനം ചൊല്ലറെ ആ ഒരു സന്ദർഭത്തിലേറ്റിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറെ. ഉലമാക്കന്മാർ ചൊല്ലാറ്, റമളാൻ തിങ്കളുടെ ഈ ഒരു അഹ്കാമ വിഷയ പൽക്കബറിന്റെ നടുലു അല്ലാഹു സുബ്ഹാനഹു വ തആല ദുവത്തെ വിഷയ ചൊല്ലുകുള്ള കാരണം എന്തിന് റമളാനിൽ ദുആർക്കുക നിങ്ങൾ മറന്നു പോവണ്ട. അത് യാറെ ശ്രദ്ധിക്കണായി കാര്യട്ടിക്കറ് ചൊന്തു നെൻപാക്കുക വേണ്ടിയിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ദുവത്തെ വിഷയം നമുക്ക് നെൻപാക്കി തന്നെ ചൊല്ല വിഷയം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ സബലു യാറെ സന്ദർഭത്തിൽ ദുആർ നോയിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ നിസ്കാരയിൽ പിന്നുള്ള ദുആ ഞങ്ങൾ ദുആർക്കും. അതേപോലെ ഇഫ്താർ തുറക്കറെ ആ നോമ്പ് തുറക്കറെ നേരത്തിലുള്ള ദുആ, നോമ്പ് തുറന്നതിൽ പിന്നെ ഉള്ള ദുആ, അതേപോലെ അത്താഴത്തേക്ക് എനിക്കും മുത്തുക ദുആർക്കുക ഇസ്തിഗ്ഫാർ ആക്കുക. ഇങ്ങനെ യാറെ ദുആർ നോയിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണായി കാര്യട്ടിക്കറ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, സലാത്തു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ,
മൂന്നാളുടെ ദുവ അത് ഉത്തര കിട്ടുന്ന ദുവ ഇട്ടിക്കറ്. ഒന്നു ദഅവത്തുൽ മുസാഫിർ, യാത്ര പോണ്ടവന്റെ ദുവ. രണ്ടാമത്തേത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുവ. മൂന്നാമത്തേത് ദഅവത്തു സ്വായിം, നോമ്പ് പിടിക്കവന്റെ ദുവ. അപ്പൊ നോമ്പ് പിടിக்கிறങ്ങ എത്ര ദുവ അറിഞ്ഞാറ് അത്ര നല്ലതേറ്റിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുവ ആക്സെപ്റ്റ് ആക്കറ്. നാളേറ്റിക്കറ് ഈ റമളാൻ തിങ്കളുടെ നാള് ചൊല്றது ഗൗരവമായിട്ട് നാം മനസ്സിലാക്കുന്ന ഒരു വിഷയം. മൂന്നാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ഖുർആൻ തിലാവത്താക്കുക യാറെ ശ്രദ്ധിക്കണം. ഖുർആൻ ഓദ്യോഗിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണായതേറ്റിക്കറ്. റമളാൻ തിങ്കൾ ചൊല്றது ഖുർആന്റെ തിങ്കളേറ്റിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചൊന്ന പോലെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ തിങ്കൾ ചൊല്றது അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ഹിദായത്തായിട്ടും അതേപോലെ സത്യാസത്യ വിവേചനാക്കി തറുകയിട്ടുള്ളേ ആ ഒരു ഖുർആൻ നാസിലാക്കി തിങ്കളേറ്റിക്കറ് റമളാൻ തിങ്കൾ ചൊന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്றான். ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ റമളാൻ തിങ്കളിലും ഖുർആൻ നാസിലാക്കിയ ലൈലത്തുൽ ഖദറിലേറ്റിക്കറ ചൊന്തും പിന്നോർജാകിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്றது കാണും. അങ്ങനെ സകലു റമളാൻ തിങ്കളിൽ യാറ് ഖുർആൻ ഓതി വയ്ക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആന്റെ വിഷയം യാറ് പഠിച്ചു വയ്ക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാസിലായ ആയത്ത് ಎಲ್ಲ റമളാൻ തിങ്കളിലേറ്റിക്കറ് ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് ഓദിക്കെ പാട്ടി കൊടുത്തോ ഇന്നേ ചൊല്றது ഹദീസില് സഹാബിരങ്ങ ചൊന്തണ്ടത് ഞങ്ങൾക്ക് കാണാൻ സാധ്യം. മാത്രല്ല മുന്നത്തെ സലഫുമാർ അങ്ങ് എല്ലാ ചർച്ചും ഫിഖിഹായിട്ടുള്ള മസ്അല അതേപോലെ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിസ്കഷനും വേറെ വെച്ചിട്ട് സൈഡ് വെച്ചിട്ട് റമളാൻ തിങ്കളിൽ കാലി ഖുർആനുക്ക് മാത്രം ഫോക്കസ് ആക്കി ഇന്താറ് ചൊന്തിട്ടിക്കറ് അങ്ങനെ ചരിത്രത്തിലുള്ള നമുക്ക് കാണാൻ സാധ്യം. അങ്ങനെ സകലു റമളാൻ തിങ്കളിൽ യാറെ ഖുർആൻ ഓതിട്ട് ഖത്മ തീർക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. മൂന്ന് ഖത്മ തീർക്കുക അവർക്ക് 3 ഖത്മ തീർക്കുക, 2 ഖത്മ അവർക്ക് 2 ഖത്മ, അല്ലെങ്കിൽ 1 ഖത്മ എങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ തീർക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണായതേറ്റിക്കറ്. അല്ലെ 3 ഖത്മ തീർക്കറങ്ങ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് 3 ജുസായും ഓതും. 2 ഖത്മ തീർക്കുക ഉദ്ദേശിക്കറങ്ങ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് 2 ജുസായും ഓതും. 1 ഖത്മ തീർക്കുക ഉദ്ദേശിക്കറങ്ങ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് 1 ജുസായും ഓതും. 1 ജുസ് ചൊല്ലും ഒത്തുകു 20 പേജ് ആയിട്ടിക്കറ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 20 പേജായും ഓതി തീർക്കുക ഒരാൾക്ക് ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യമായിട്ടിക്കറ്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റമളാൻ തിങ്കൾ ആക്കി തീർക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യമായിട്ടിക്കറ്. നാലാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് അദ്കാറിന്റെ വിഷയം ഞങ്ങൾ ശ്രദ്ധിക്കണം. യാറ് ദിക്റ് ചൊന്നോണ്ടിക്കറ്, തസ്ബീഹ് ചൊന്നോയിക്കറ്, ഇസ്തിഗ്ഫാറാക്കി വയ്ക്കറ്, തഹ്ലീൽ ചൊന്നോയിക്കറ്, തക്ബീർ ചൊന്നോയിക്കറ്. ഇത് ഞങ്ങളെ ബായിൽ എപ്പം ഉണ്ടാവണ എസ്പെഷ്യലി റമളാൻ തിങ്കളിൽ എപ്പം ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യമായിട്ടിക്കറ്. അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ, അദ്കാറു ബഅദ സ്വലാ, അതേപോലെ അദ്കാറു നൗം. ഇതെല്ലാം ഞങ്ങളെ റമളാൻ തിങ്കളിൽ ഞങ്ങൾ യാറെ ശ്രദ്ധിക്കണായ കാര്യമായിട്ടിക്കറ്. അല്ലെ സുബൈത്തെ ദിക്റ് എത്രമാ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്നത്. അതേപോലെ അസർ നിസ്കരിച്ചാൽ പിന്നുള്ള ദിക്റ്, അതേപോലെ എല്ലാ ഫർദ് നിസ്കാര ആയിൽ പിന്നുള്ള ദിക്റ്, അതേപോലെ ഉറങ്ങു പോകുമ്പോൾ ചൊല്ലുന്നതായ ദിക്റ്, അതല്ലാത്ത വേറെ ദിക്റ് എത്ര ദിക്റ് അതെല്ലാം ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ ഉദ്ദേശിക്കില്ല. അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യമായിട്ടിക്കറ്. അതിൽ ഒരു ദിക്റ് നോക്കൂ, ഒരു ദിക്റിന്റെ എത്ര വലിയ മഹത്വണ്ട് ചൊല്ലുന്നത് ഞങ്ങൾക്ക് ഒരു ഹദീസിൽ കാണാൻ സാധ്യമാകും. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ലുന്ന ഈ ദിക്റിന്റെ മഹത്വം എത്ര ഉണ്ട് ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് നോക്കൂ, മൻ ഖാല ഫി യൗമി 100 മറ, ഒരാൾ 100 വട്ട ഇങ്ങനെ ചൊല്ലിട്ടായി. എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ലുന്ന ഈ ദിക്റ് ഒരാൾക്ക് 100 വട്ട ചൊല്ലിട്ടായെങ്കിൽ അവനുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തേ? കാന ലഹു അദ്ലു 10 റിഖാബ്, 10 അടിമരെ മോചനാക്കിയതായ കൂലിയേറ്റിക്കറ്. ഒന്ന്. രണ്ടാമത്തേത് വകുതിബത് ലഹു 100 ഹസന, അവനുക്ക് വേണ്ടിട്ട് 100 പ്രതിഫല അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുക, എഴുതി വെക്കുക. മൂന്നാമത്തേത് വമുഹിയ അൻഹു 100 സയ്യിഅ, 100 തപ്പ് അവനിൽ നിന്ന് മാഫായി പോണ്ടു. വകുന്ന ലഹു ഹിർസൻ മിനശ് ശയാത്തീനി സായിറ യൗമിഹി ഇലൽ ലൈൽ, ജാവ അവരോട് തോലു ശൈത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അവനുക്ക് കിട്ടുക. അതേപോലെ വലം യഅതി അഹദുൻ ബിഅഫ്ളലി മിമ്മാ അതാ ബിഹി, അവന്റെ പോലെ നാളെ പരലോകത്ത് പ്രതിഫല കൊമണ്ടോണു വേറെ ഒരാളും ഇക്കില്ല. ഇല്ല മൻ ഖാല അക്സർ, അവന്റെ കാണ യാറെ ചൊന്നോണല്ലാണ്ടെ ചൊന്തേറ്റിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ നോക്കൂ, ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ലുല്ലേ, ഇത് 100 വട്ട ചൊല്ലുകൂ. യാറെ ചൊന്നെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കാം. ആ 15 മിനിറ്റിൽ എത്ര വലിയ പ്രതിഫല ഇട്ടിക്കറ് നമുക്ക് കിട്ടോ കൊണ്ടേ ചൊല്ലാൻ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ദിക്ർക്കും ഓരോ പ്രത്യേകമായിട്ടുള്ള പ്രതിഫല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പാടി തന്നത്. അപ്പൊ അതെല്ലാം ആയത്തര ആവറ പോലെ ദിക്ർ ചൊല്ലുകൂ ഞങ്ങൾ ശ്രദ്ധിക്കണായി ഒരു തിങ്കളേറ്റിക്കറ് റമളാൻ തിങ്കൾ. അഞ്ചാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് നോമ്പ് പിടിക്കലൊട്ടികമേ നോമ്പ് തൊറപ്പാട്ടുകും ഞങ്ങൾ ശ്രദ്ധിക്കണം. ആൽമാർ നോമ്പ് തുറക്കുകൊള്ളേ, ഇഫ്താർ തുറക്കുകൊള്ളേ സൗകര്യാക്കി കൊടുക്കരുതു. അത് വലിയൊരു പ്രതിഫല കിട്ടുന്ന ഒരു കാര്യേറ്റിക്കർ. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ
മൻ ഫത്തറ സ്വാഇമൻ, ആരെങ്കിലും ഒരു നോമ്പ് പിടിக்கிறോണ്ട് നോമ്പ് തുറപ്പാട്ടി ഉണ്ടായെങ്കിൽ കാന ലഹു മിസ്ലു അജ്രിഹി, അവനുകുള്ള പ്രതിഫല അതേപോലെ നോമ്പ് തുറപ്പാട്ടി അവനും കിട്ടു. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ഷൈഅ, നോമ്പ് പിടിച്ചോണ്ട് ഒരു ചെറിയ തെല്ലും പ്രതിഫല കുറയാണ്ട് ഓണുകു നോമ്പ് തുറപ്പാട്ടി അവനുകു അതേപോലത്തെ പ്രതിഫല കിട്ടു ചൊന്തിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്. അപ്പൊ 30 ആൾമാർ നോമ്പ് തുറപ്പാട്ടി ഉണ്ടായെങ്കിൽ 64 നോമ്പ് പിടിച്ചതിന് കൂലി കിട്ടിക്കണം കേട്ട. കാരണം അവന്റെ കൂലിയും കിടിത്ത്, ഞങ്ങൾ പിടിച്ച നോമ്പറെ കൂലിയും കിടിത്ത്. അപ്പൊ അത് യാറ് ഞങ്ങൾ ശ്രദ്ധിക്കണായിരുന്നു. അപ്പൊ ഒരാളുള്ള 10 നോമ്പ് തുറപ്പാട്ടി അപ്പൊ എത്ര അതിനാട്ടി ഇരട്ടി എത്തിക്കറ്, 20 നോമ്പ് തുറപ്പാട്ടി അതിനാട്ടി ഇരട്ടി എത്തിക്കറ് കിട്ടോകൊണ്ട്. അപ്പൊ ആയത്ര നോമ്പ് തുറപ്പാട്ടി ഉണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಯಾರು ಪ್ರತಿಫಲ ಉಂಟು ಚೊಲ್ற ವಿಷಯ ನಾವು ಮನಸ್ಸಿಲಾಕುನಾಯ ഒരു ಕಾರ್ಯ എത്തിക്കണം. ആറാമത്തെ ഞങ്ങൾ ശ്രദ്ധിക്കണായത് സ്വതക്ക ആക്കുറ കാര്യ പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ തിങ്കൾ കടന്നു വന്നിട്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ യാറ സ്വതക്കാക്കുற ഒരാളേറ്റിക്കത് മാത്രമാ റമളാൻ വന്നെങ്കിൽ ಅದರക്കാണ് യാറ സ്വതക്കാക്കു ಇಂತು ചൊന്തു ഹദീസിൽ സഹാബിരങ്ങ പടിപ്പാടി തന്നത് കാണ്ട് നോക്കൊരു ഹദീസിൽ കാണ്ട് സഹാബിരങ്ങ ചൊല്റേ വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദുൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ യാറെ പരിശ്രമിക്കുന്നവരാളേറ്റിക്കറ്. വഅജ്വദുമായ യകൂനു ഫീ റമളാൻ, റമളാൻ തിങ്കളിൽ ഭയങ്കരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതിന് വേണ്ടി പരിശ്രമിച്ചു. ഇന്ത് യുക്സറു ഫീഹി മിന സ്വദഖ, ആ റമളാൻ തിങ്കളിൽ സ്വദഖ യാറാക്കി കൊടുത്തു ഇന്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഞങ്ങൾക്ക് സഹാബിരങ്ങ പടിപ്പാടി തണ്ടി. അപ്പൊ ഞങ്ങളെ ഒരു എമൗണ്ട് ഞങ്ങൾ ഫിക്സ് ആക്കിയിട്ട് ഇത്ര എമൗണ്ട് റമളാൻ തിങ്കളിൽ നാണ് സ്വതക്ക ആക്കുക ചൊല്ലിയ ഒരു നീയത്ത് ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ ബീക്കണം. അങ്ങനെ അത് എത്ര ഞങ്ങൾക്ക് താക്കത്തുണ്ട് അത്ര ഞങ്ങൾ സ്വതക്കാക്കണം. അതിനായിട്ട് യാറെങ്കിൽ അതിനായിട്ട് കൈരായിട്ടിക്കറ്. അപ്പൊ സ്വതക്കാക്കുള്ള ഒരു എമൗണ്ട് ഞങ്ങൾ ബേരമെ ബീക്കരുത്, അത് നല്ല ഒരു കാര്യമായിട്ടിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഏഴാമത്തേത് ശ്രദ്ധിക്കണായത് ലൈലത്തുൽ ഖദറിനെ ജാവുറെ ജീമാക്കുറത് ചൊല്ലത്. അതായത് ജാമന ഉറങ്ങാട്ടെ ആ ജാമത്തെ യാറെ ശ്രദ്ധിക്കണായത് അത് ഒരു വലിയൊരു പ്രതിഫല കിട്ടുന്ന കാര്യമായിട്ടിക്കറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. 6 ലൈലത്തുൽ ഖദർ ഉണ്ട് പ്രതിഫല ആഗ്രഹിച്ചിട്ട് ഈമാനോട് കൂടിയിട്ട് നിന്റെ നിസ്കരിച്ചിട്ടായെങ്കിൽ അവന്റെ എല്ലാ തപ്പും മാഫായി പോണ്ടുണ്ടായിട്ടിക്കറ്. അപ്പൊ അത് വലിയ ഒരു പ്രതിഫല കിട്ടുന്ന കാര്യമായിട്ടിക്കറ്. അത് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ലാസ്റ്റ് 10 ജാവറെ യഥാർത്ഥാക്ബಟ್ಟು ಇಂತ ಆಲ್ಮಾರು ವಂಚು ಇಂತ ನಬಿ ಮಾದರಿ ಜೀಮಾಕ್ಯು ಇಂತ ತಿಕ್ಕರು ನಂಗೆ ಹದೀಸಲ್ಲಿ കാണാൻ സാധ്യത. ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ വിശദീകരിക്കില്ല, ഇൻഷാല്ല ഇനി ബണ്ടേ ക്ലാസ്സിൽ അതിന്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഏഴാമത്തേത് ശ്രദ്ധിക്കണായതായിട്ട്. എട്ടാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് എഅ്തികാഫ് ദേക്കുക. അവരങ്ങ എഅ്തികാഫ് ദേക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. എഅ്തികാഫ് അത് യാറെ പ്രതിഫല കിട്ടവർ കാര്യത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാറെ ശ്രദ്ധിച്ചു എന്നതും സഹാബിയങ്ങ യാറെ ശ്രദ്ധിച്ചു എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെഞ്ഞൈ മാറും യാറെ ശ്രദ്ധിച്ചു എന്ന ഒരു കാര്യത്തിക്ക് എഅ്തികാഫ് ചൊല്றது. അതായത് റമളാൻ തിങ്കളിൽ ലാസ്റ്റ് 10 ഫുൾ എഅ്തികാഫ് ദേക്കുക ശ്രദ്ധിക്കുനായ ഇപ്പം നിയത്ത് വെക്കുനായ ഒരു കാര്യം. പിന്നെ നിയത്ത് വെച്ചാൽ പിന്നെ ഞങ്ങളത് അല്ലാത്ത ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് ദേക്കുക ഇല്ലാണ്ടായെങ്കിൽ അത് ദയിച്ച കൂലി അതിൽ കിട്ടു ചൊല്ലതും അതിലൊട്ടികമേ ഞങ്ങൾ മനസ്സിലാക്കുനായ ഒരു കാര്യത്തിക്ക്. അപ്പൊ അത് ഞങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഒലിമ്പാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ലാസ്റ്റ് കൊടുക്കുന്ന സക്കാത്തുൽ ഫിത്തറിന്റെ വിഷയം. സക്കാത്തുൽ ഫിത്തർ കൊടുക്കുക ശ്രദ്ധിക്കണായ കാര്യത്തിക്ക്. സക്കാത്തുൽ ഫിത്തർ കൊടുത്തെങ്കിൽ ಅದಕ್ಕೆ കിട്ടുന്ന പ്രതിഫലം എന്തേ അവന്റെ നോബിൽ വേണ്ടതായ എല്ലാ മിസ്റ്റേക്സും എല്ലാ തപ്പും അതോട് കൂടിയിട്ട് അത് സോൾവ് ആവുന്നു, അതോട് കൂടിയിട്ട് അത് ഇല്ലാണ്ടാവുന്നു ചൊല്ലതായിട്ടിക്കറ്. അപ്പൊ സക്കാത്തുൽ ഫിത്തറിന്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാടി തന്നിരി. അപ്പൊ ഇതെല്ലാം റമളാൻ തിങ്കളിൽ ശ്രദ്ധിക്കണായ കൊറിയ വിഷയത്തിക്കറ് ನಾನು നിങ്ങളെ തുറന്നു ചൊന്നി. 10ാമത്തേത് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ഇൽമു പ്രചാരാക്കൃതായിട്ടിക്കറ്. ഇൽമു എത്രത്തോളം ഞങ്ങൾ പ്രചാരാക്കറ അത്രത്തോളം ആരതനുസരിക്കാറ് ആരതനുസരിച്ച് അമലാക്കാറ് അങ്ങനെ കൂലിയും ഞങ്ങൾക്ക് കിട്ടി വയ്ക്കറ് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മന്ദല്ല അല ഖൈരി, ആരെങ്കിലും ഒരു ഖൈർ പടിപ്പാടി കൊടുത്തിട്ടായെങ്കിൽ ആ ഖൈർ ആക്കിയോണും എത്ര പ്രതിഫലം ഉണ്ടാ അത്രമേ പടിപ്പാടി കൊടുത്തോണും കിട്ടുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തണ്ടി. അപ്പൊ ഖൈർ സ്പ്രെഡ് ആക്കുകയും നല്ലത് പടിപ്പാടി കൊടുക്കുകയും ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യത്തിക്കറ്. ഇത് ഒരു ചെറിയ ഒരു ശ്രദ്ധിക്കണായ ഒരു 10 കാര്യത്തിക്കറ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെതുള്ളു ചൊല്ലുക ഞാൻ ഉദ്ദേശിച്ച് ഇൻഷാ അല്ലാഹ് ഈ ഒരു റമളാൻ തിങ്കളെ നല്ല ബെസ്റ്റ് റമളാൻ തിങ്കളാക്കി തീർക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു നിയത്ത് വെച്ചിട്ട് എന്റെ ജീവനത്തിൽ 34 വർഷത്തിൽ കിട്ടിയ റമളാൻ തിങ്കളിൽ എല്ലാ താണ്ടി നല്ല ബെസ്റ്റ് റമളാൻ തിങ്കളായിട്ടിക്കറി ഇത് ചൊന്ത് സമാധാനപ്പെടുകയും അള്ളാഹുരെ തക്ബീറോട് കൂടിയിട്ട് ഹംദാക്കുക ഞങ്ങൾക്കത് ആവണം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല ചൊന്ന പോലെ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഈ റമളാൻ തിങ്കൾ പൂർത്തിയാക്കിയിട്ടേ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കാട്ടി തന്ന രൂപത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ തക്ബീറാക്കൂ ചൊന്ത് അള്ളാഹു ചൊന്നുമ്പോ ആ പെരുന്നാൾ നിസ്കാരത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ആശ്വാസം, ഒരു നെമ്മതി, അതെ ഒരു ഹോപ്പ്. ഈ വർഷത്തെ റമളാൻ തിങ്കൾ അതെല്ലാ തന്റെ ഹൈറായ ഒരു റമളാൻ തിങ്കൾ ആയി തീർത്ത് ചൊന്തു
ഞങ്ങൾ മനസ്സിൽ സമാധാനാക്കുകയും അതേപോലെ അത് കബൂലാക്കി തീർക്കുകയും അള്ളാഹുരൊട്ടിಗೆ ദുആർക്കുകയും ആവുര പോലെ ഞങ്ങൾ റമളാൻ തിങ്കളിൽ ഞങ്ങൾ ആക്കുക ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.